സേഫ് ആണോ എന്ന് അറിയത്തില്ല. ഇതുവരെ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു സ്നേഹ സ്റ്റോറീസ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. നേരെ മൂകാംബിക വെച്ച് പിടിക്കാൻ വിചാരിച്ചു. നമ്മുടെ ഫാമിലിക്കാണ് പോകണ്ട. അപ്പം ഓക്കെ ഗായ്സ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇങ്ങനെ ബണ്ണ് ചെയ്ത് കട്ട് ചെയ്തിട്ടാ, കാരണം ചൂടല്ലേ, അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വീണോണ്ടിരിക്കും. ഇഷ്ടമല്ല. ഞാൻ അവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. ഓ കേട്ടോ, ഇത് ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര ഈശ് വരുന്നു. നമ്മൾ ഇനി ഇറങ്ങാണ്. ഇന്ന് രാത്രി, അതായത് നമുക്ക് ഇവിടുന്ന് ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഒരു 3 മണി ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ 2:45, 3 മണിയാകുമ്പോഴത്തേക്കും വിടാമെന്നാണ് വിചാരിക്കുന്നത്. 3 മണിയാകുമ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൂകാംബിക എത്തുമായിരിക്കും. അപ്പം നമുക്ക് പോകുന്ന വീഡിയോസൊക്കെ കാണാം. എന്ത് പേക്കല് ഭയങ്കരമായിട്ടാ തിന്നാൻ കിട്ടാത്ത അടുത്ത് അങ്ങ് കൊണ്ടുപോകും. ഞാൻ ചാർജ് ഫുള്ള് തപ്പുന്നത് ആരെടുത്തു ഒരു ഫുള്ള് പഴം മൊത്തത്തിൽ പിടിച്ചോ. നമുക്ക് അച്ഛനോടുത്ത നമ്മൾ ഫുള്ള് ഹൈവേ പിടിച്ചിട്ടുള്ളത്. നേരെ കർണാടക ബോർഡർ എത്തുന്നവരെ ഒറ്റ ഹൈവേ. കടലും കാണാവോ? എവിടെ കാണാം? കടല് കാണാൻ പറ്റിയില്ല ഗൈസ്, നമുക്ക് പിന്നെ കാണിക്കാം. ഒരാഴ്ചയായി ഫുഡ് ഇട്ടത്. ഇവര് തീറ്റിക്കുവാണ് ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുന്നു. അതും നമ്മുടെ മുഴുത്ത പഴം, ഫുള്ള് ഒരു ഫുള്ള് പഴം പൊരിച്ചു. അങ്ങനെ നമ്മള് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഉറക്കവും കഴിഞ്ഞ് എണീറ്റിട്ട് ഓരോന്നിടത്ത് മാറിയിട്ടാണ് തുടങ്ങി. കഴുത്തെ കുടുങ്ങും. ഏട്ടാ ഇതെടുത്ത് പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതാണ്. അങ്ങനെ അത് കളിക്കുന്നുണ്ട്. ഓക്കെ, നേത്രാവതി റെയിൽവേ ട്രാക്കിന്റെ പാലാണ്. റെയിൽവേ ട്രാക്ക് പാലം കഴിഞ്ഞാൽ അങ്ങനെ ചാർജർ എടുത്തില്ല. കുഞ്ഞാവനോട് പറഞ്ഞിട്ടില്ല കാരണം സൺസെറ്റ് ഒക്കെ ഉണ്ട്. ഹോസ്പിറ്റലാ ബ്ലോക്ക് ആവും. പിന്നെ ടോളുണ്ട് ഇങ്ങോട്ട്. ടോള് ടോൾ ഉണ്ടായിനി
വരെ എത്തിച്ചത്. അപ്പം ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനായിരുന്നു. ഇരുന്ന് നോക്കണം, അവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്. ഇവിടെ നല്ല ഏരിയ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫുഡൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ഇവിടുന്ന് കഴിക്കണോ മൂകാംബിക റോഡ് കയറുമ്പം കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്താണ് ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നേക്കുന്നത്? സാമ്പാർ, ഇഡ്ഡലി സാമ്പാറാണ് നമ്മളെടുത്ത് കൊണ്ടുവന്നേക്കുന്നത്. മാതാജിയുടെ പ്രത്യേക കുക്കിംഗ് പ്രകാരം ഇഡ്ഡലി സാമ്പാർ നമ്മളെടുത്തിട്ടുണ്ട്, ഡിക്കിലുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സ്പേസ് ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ പമ്പിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. പമ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, അവർ സമ്മതിക്കാമെന്ന് അറിയത്തില്ല. ഒരാൾ ചോദിക്കാൻ പോയിട്ടുണ്ട്, കാണുന്നുണ്ടോ? ചോദിക്കാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൂകാംബിക റോഡ് കയറുമ്പം കഴിക്കാം. അതാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയല്ലോ. ടേസ്റ്റൊന്നുമില്ല. നമ്മൾ പാത്രം അടക്കം എടുത്തിട്ടാണ് വന്നത് അല്ലേ? പാത്രം, കുപ്പി, ഗ്ലാസ് എല്ലാം എടുത്തിട്ടാണ് വന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് ഒരു 53 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മൾ മൂകാംബിക എത്താൻ വേണ്ടിയിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറും 10 മിനിറ്റും. ഒരു 9 മണി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ 9:30 ആവും. ഇപ്പം വിടുവാണെങ്കിൽ 9:15 നമ്മൾ അവിടെ എത്തും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ വലിയ ഗുണമൊന്നുമില്ല, ഇതിനെക്കാട്ടിയും ഭേദം മറ്റേ പെട്രോൾ പമ്പായിരുന്നു. എന്നാലും ഒരു പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഭയങ്കര നാറ്റവുമാണോ. ഇവിടെ ഒരു സ്മെല്ലും ഇല്ല. മൂത്രമൊന്നും നടന്നു വിടുന്നല്ലോ. ഓരോ മണങ്ങനെ മണത്ത് ഇങ്ങനെ പിടിക്കുകയും നമ്മൾ ഭയങ്കര അതുകൊണ്ടല്ലേ ഇതിനെ പൊട്ടിക്കാൻ. എന്നാൽ വേണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇഡ്ഡലി സാമ്പാറും പറ്റിയേ പറ്റുള്ളൂ. വഴിക്ക് തിന്നണ്ട കളിയല്ല. അതെ, മൂന്നത്തേക്ക് ഹാൻഡ്സിലുണ്ട്. 3 മതി. നല്ല, എനിക്ക് 3 മതി. ആ കവാടം മതിയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കവാടം ഉണ്ട്, ശ്രീ മൂകാംബിക എന്നിരിക്കുള്ളൂ. ആ കവാടത്തിൻ്റെ അടുത്ത് നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കായിരുന്നു എന്നാണ് ഓർത്തത്. പക്ഷേ ഇവർ തിരക്കുകാർ വിട്ടിട്ടില്ല. സാമ്പാർ കഴിയാന്നില്ല. എൻ്റെ ലൈറ്റ് അടക്കമുണ്ട് കേട്ടോ എനിക്ക്. എൻ്റെ പ്ലേറ്റും താങ്ക്സ്. ചായ കുടിക്കാൻ തന്നെ സമ്മതിച്ചിട്ട് ഈശ്വര. അതിനായിരുന്നു നമ്മുടെ കഴിക്കുന്നുണ്ട്. ഇന്ന് കഴിക്കേണ്ട അവസ്ഥയായി. നമുക്ക് കഴിക്കാം. ഇവിടെ നല്ല പ്ലേസ് ആയിരുന്നേ, ബട്ട് അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു പമ്പിൽ നിന്ന് എണ്ണ അടിച്ചല്ലോ, അപ്പോൾ ഈ പമ്പിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. അവിടുന്ന് കഴിക്കാമെന്ന് ഇവർ പറഞ്ഞതായിരുന്നു, ഞാൻ അനുവദിച്ചില്ല. അതിനോട് ശിക്ഷ. താങ്ക്സ്. പക്ഷെ ഞാൻ ഇതല്ലായിരുന്നു കണ്ടത്, ഞാൻ ആ കവാടായിരുന്നു കണ്ടത്. അപ്പം എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. വെള്ളം കൊടുക്കാൻ എടുത്തു വെച്ചോ കൊച്ചിന് വെള്ളം പാക്ക് ചെയ്ത് നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. നമ്മുടെ ഒരു ഛർദിയെല്ലാം കഴിഞ്ഞ് കുപ്പായല്ലൂരി നമ്മുടെ ഭയങ്കര കുഴപ്പമാണ്. കാരണം ഛർദിച്ചു, ഉറക്കം വരുന്നുണ്ട് പുള്ളിക്ക്.
പിന്നെ നേരെ മൂകാംബികയിലേക്ക്. അവിടെ ഇപ്പോൾ ഒരു റൂം എടുക്കണം. റൂം കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ കാണുമൊന്നുമില്ല. റൂമൊന്നും ബുക്ക് ചെയ്തില്ല. ഇനി അവിടെ പോയിട്ട് വേണം ദേവസ്വം ബോർഡിൻ്റെ റൂം കിട്ടുമെന്ന് നോക്കണം. കടന്നോ റൂമില്ല ഗൈസ്. 10 മണിക്ക് എത്തിയതാ. ഇപ്പം 11 മണിയാവുന്നു. 1 മണിക്കൂർ റൂമിന് വേണ്ടി അലയുകയാണ്. നീ കാറിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കേണ്ടി വരും തോന്നുന്നു. നമ്മുടെ ഉറങ്ങിയിട്ടുണ്ട്. ടൗണിലേക്ക് പോണ കുറേ പോണം. പിന്നെ ഇവിടുന്ന് ടൗണിലോട്ട് പണി കിട്ടും. ഇതേ പോകുന്നുണ്ട് റൂം നോക്കാൻ. ലക്ഷറി ആയാലും വേണ്ട ഒരു സിംഗിൾ റൂം കിട്ടും നോക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടാ. അതന്നെ ഞാൻ പറഞ്ഞ റൂമില്ലാത്തോണ്ട് രാവിലെ വിളിച്ചു പോവുകയും ചെയ്യാലോ. കപ്പൂസ് ഇതെല്ലാം ഉണ്ടല്ലോ. കുഞ്ഞിനെ എങ്ങനെങ്കിലും ആക്ക സെറ്റാക്ക്. നീ ആ ബാഗെല്ലാം എടുത്തിട്ട് വാ. മഴ ആവുന്നതിനുണ്ട് നല്ലോണം. ഇവിടെ ഇങ്ങനെ സെറ്റാക്ക. ഇവിടെ ഇങ്ങനെ ബാഗ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ബെഡ് പോലാക്കി കിടക്കാം. നമ്മൾ വണ്ടി തന്നെ കിടക്കാൻ പറ്റും. ഈ ബെഡ് ഇവിടെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇവിടെ കിടക്കട്ടെ. സേഫ് ആണോ എന്നൊന്നും അറിയത്തില്ല. 6000 റുപ്യ ഒരു റൂമിന് പറയുന്നത്. ഒറ്റയടിക്ക് ഒരു 6000 റുപ്യ റൂമിന് കിട്ടും. അതിനെപ്പറ്റി ഇങ്ങനെ തന്നെ. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ നടന്നത്. ഇയാളിവിടെ വന്നത് കിടക്കാൻ പറ്റൂല. എന്തേ ഞാൻ കൊച്ചിനങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇവിടെ ഈ ജീപ്പ കർണാടക ഒരാളുണ്ട് ഇതിനകത്ത്. മുമ്പിലൊരുത്തനുണ്ട്. എന്റെ വേക്ക് കടന്നോട്ടേ ചോദിച്ചു നോക്കും. അല്ല നിനക്ക് നാളെ പോയി കിടന്നൂടെ? ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ലൈഫ് എക്സ്പീരിയൻസ്. വണ്ടിയിൽ കിടന്നു അറിയാത്ത സമയം ആവുന്നില്ലപ്പാ. കാര്യം പറയാൻ